സംസ്ഥാനത്ത് 62 ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾക്കും മാർച്ച് മാസത്തിലെ പെൻഷൻ തുകയായ 1600 രൂപ വീതം ചെറിയ പെരുന്നാളിന് മുൻപ് തന്നെ വിതരണം ചെയ്യുന്നതിനുള്ള ക്രമീകരണം സർക്കാർ ഒരുക്കിക്കഴിഞ്ഞു. കേരള സർക്കാരിൻ്റെ ഏറ്റവും വലിയ ധനസഹായ ക്ഷേമ പദ്ധതിയാണ് വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ തുടങ്ങിയ 5ഓളം സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും 16 ക്ഷേമനിധി ബോർഡുകൾ വഴിയുള്ള ക്ഷേമനിധി പെൻഷനുകളും. മാർച്ച് മാസ പെൻഷൻ വിതരണ നടപടികൾ ആരംഭിക്കുന്നതിൻ്റെ മുന്നോടിയായി ഇന്നു മുതൽ സേവനയുടെ പെൻഷൻ വെബ്സൈറ്റ് ക്ലോസ് ചെയ്യുകയും ഏപ്രിൽ 1 വീണ്ടും ഓപ്പൺ ചെയ്യുകയും ചെയ്യും. അതിനാൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാതെ മാസങ്ങളായി പെൻഷൻ മുടങ്ങിയവർക്കും മറ്റും 20-ാം തീയതി കഴിഞ്ഞാൽ ഇനി ഏപ്രിൽ 1 മുതലേ അക്കാര്യങ്ങൾ പൂർത്തിയാക്കുവാൻ കഴിയുകയുള്ളൂ. അടുത്ത തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ അഖിലേന്ത്യാ തലത്തിൽ തന്നെ ബാങ്ക് പണിമുടക്ക് നടക്കുന്ന സാഹചര്യത്തിൽ മാർച്ച് 27 മുതലായിരിക്കും ഈ മാസത്തെ ക്ഷേമ പെൻഷൻ തുക ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേർന്ന് തുടങ്ങുക. മാർച്ച് 25-ന് സർക്കാർ റിസർവ് ബാങ്ക് വഴി കടപ്പത്ര ലേലത്തിലൂടെ കടമെടുക്കുന്ന ഫണ്ടിൽ നിന്നും ഒരു ഭാഗം ഉപയോഗിച്ചായിരിക്കും ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുക. മാർച്ച് 31-നാണ് കലണ്ടറിൽ ചെറിയ പെരുന്നാൾ തീയതി. എങ്കിലും ചിലപ്പോൾ ഒരു ദിവസം മാറുവാനുള്ള സാധ്യതയുമുണ്ട്. ബാങ്ക് അക്കൗണ്ടിലേക്ക് തുകയെത്തുന്നവരിൽ ഏതാണ്ട് എല്ലാവർക്കും തന്നെ പെരുന്നാളിന് മുമ്പായി തന്നെ പെൻഷൻ തുക എത്തിച്ചേരുവാനാണ് സാധ്യത. എന്നാൽ സഹകരണ ജീവനക്കാർ വഴി പെൻഷൻ തുക വീടുകളിലേക്ക് എത്തിച്ചേരുന്നവരിൽ ഒരു വിഭാഗത്തിന് മാത്രമേ 31-നുള്ളിൽ പെൻഷൻ തുക എത്തുകയുള്ളൂ. ബാക്കിയുള്ളവർക്ക് ഏപ്രിൽ ആദ്യ ആഴ്ചയോടെയൊക്കെയായിരിക്കും പെൻഷൻ തുക കൈകളിൽ ലഭിക്കുന്നത്. വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം പൂർത്തിയാകുവാൻ ഏകദേശം 10 ദിവസമൊക്കെ എല്ലാ മാസവും എടുക്കുന്നത് കൊണ്ടാണ് പെൻഷൻ കൈകളിൽ എത്തുവാൻ വൈകുന്നത്. ഏപ്രിൽ പകുതിയോടെ തന്നെ വിഷു വരുന്നതിനാൽ വിഷു, ഈസ്റ്റർ പ്രമാണിച്ചുള്ള 2 മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം അടുത്ത മാസം ഏപ്രിൽ 10-നോടകം തന്നെ ആരംഭിക്കുവാനും സാധ്യതയുണ്ട്. അതിനാൽ 2 ആഴ്ചത്തെ ഇടവേളക്കുള്ളിൽ ഏകദേശം 3 മാസത്തെ പെൻഷൻ തുകയായിരിക്കും ഗുണഭോക്താക്കളുടെ കൈകളിലേക്ക് എത്തിച്ചേരുക. വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുപയോഗിക്കുക.